എന്തായാലും മുണ്ടക്കൈ ചാലിയാർ മേഖലയിൽ അല്പസമയത്തിനകം ഇന്നത്തെ തിരച്ചിൽ ആരംഭിക്കും. ഡ്രോൺ ഉപയോഗിച്ചുള്ള ഐബോർഡ് റഡാർ പരിശോധനകൾ കൂടുതൽ മേഖലകളിൽ ഇന്ന് നടത്തും. ഇന്നലെ 14 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 338 തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 7 മണിയോടെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് അനൂപ് അവിടെ നിന്ന് നൽകുന്ന വിവരങ്ങൾ. അനൂപ് തുടരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനൂപ്, നമുക്ക് ലഭിക്കുന്ന അനൗദ്യോഗിക വിവരം അനുസരിച്ച് ഇനി എത്ര പേരെ ഈ ഒരു ദുരന്ത ഭൂമിയിൽ നിന്ന് കണ്ടെത്താനുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്? ഇനി കാണാനുള്ളത് ദുരന്ത ഭൂമിയിൽ നിന്ന് ഇനി കണ്ടെടുക്കാനുള്ളത് 200-ൽ അധികം. ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് 187 പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിശോധന കൂടി ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള വിവരശേഖരണം നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ഭരണകൂടം ഈ ഒരു കണക്ക് ഔദ്യോഗികമായി നൽകുന്നത്. എന്നാൽ ഈ പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം കൂടുതൽ ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. അതിന്റെ പ്രധാന കാരണം ഈ ക്യാമ്പുകളിലും അതുപോലെ തന്നെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയവരും നൽകുന്ന ഇപ്പോൾ അവർ കൂടുതലായി മേഖലയിലേക്ക് എത്തുന്നുണ്ട്. അവരുടെ ബന്ധുവീടുകളും മറ്റും എത്തുന്നുണ്ട്. അതോടൊപ്പം ഈ പ്രദേശത്ത് പൂർണ്ണമായും ഇല്ലാതായ കുടുംബങ്ങളുടെ ബന്ധുക്കൾ മറ്റു ദേശങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട്. അവർ എല്ലാം നൽകുന്ന വിവരങ്ങൾ പ്രകാരമാണ് നമുക്ക് ഇത്രയും അധികം പേരെ ഇനി കണ്ടെത്താനുണ്ട് എന്നുള്ള കാര്യം പറയാനാവുക. ഏതായാലും അത്തരത്തിൽ നിരവധി പേർ ഉണ്ട് എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരും. തോട്ടം മേഖലകളിൽ ഉൾപ്പെടെ ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവരിൽ പലരെയും കാണാനിരുന്ന അവരുടെ ബന്ധുക്കളും ഒപ്പം ജോലി ചെയ്തവരുമെല്ലാം പറയുകയുണ്ടായി. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ആ മേഖലകളിൽ കേന്ദ്രീകരിച്ച് നടക്കും. ഇപ്പോൾ സൈന്യത്തിന്റെ വിവിധ വിഭാഗങ്ങൾ ഈ ദുരന്ത മേഖലയിലേക്ക് എത്തി തിരച്ചിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ്. അതിൽ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സ്നിഫർ ഡോഗുകൾ ഉൾപ്പെടെയുള്ള അവരുടെ അത്തരത്തിലുള്ള സേനാ വിഭാഗങ്ങളുടെ സേവനം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പരിശോധനകൾ നടത്തുന്നത്. തീർച്ചയായും അനൂപ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ രക്ഷാപ്രവർത്തനം 5-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് കേരളം സാക്ഷിയായത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിനായിരുന്നു. ഇന്നത്തെ ഒരു കാലാവസ്ഥ അത് ഏത് രീതിയിലാണ്? ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണോ നിലവിൽ കാണാൻ സാധിക്കുന്നത്? ഒരു തെളിഞ്ഞ കാലാവസ്ഥ ഉണ്ട്. ഇന്ന് രക്ഷാപ്രവർത്തനത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെയെല്ലാം വലിയ തടസ്സം സൃഷ്ടിച്ചത് ഈ കാലാവസ്ഥ പ്രതികൂലമായതായിരുന്നു. ഏതായാലും നിലവിൽ അത്തരമൊരു സാഹചര്യമില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് തന്നെ തിരച്ചിൽ പെട്ടെന്ന് തന്നെ പുനരാരംഭിക്കാനും വിവിധ മേഖലകളിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാനും എല്ലാം സാധിക്കും എന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ വിവിധ സേനാ വിഭാഗങ്ങൾ ഇപ്പോൾ ഈ മേഖലകളിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം NDRFിന്റെയും ഫയർഫോഴ്സിന്റെയും വനം വകുപ്പിന്റെയും അതോടൊപ്പം കേന്ദ്ര സേനകളുടെയും റഡാർ സംഘങ്ങളുടെയും എല്ലാം സംഘങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും തെരച്ചിൽ നടത്തിയിരുന്നു. അവർ വീണ്ടും ഈ മേഖലയിലേക്ക് തിരിച്ചെത്തുകയാണ്. ഡെയിലി പാലം വഴി വാഹനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ സാധിച്ച രക്ഷാപ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തിയിരുന്നു. കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെ മുകൾ ഭാഗത്തേക്ക് എത്തിക്കുന്നതിന് അത് സഹായമായിരുന്നു. 16 JCBകളാണ് ഈ പ്രത്യേക സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനം തെരച്ചിൽ നടത്തിയത്. അത് ഇന്ന് കൂടുതൽ JCBകൾ എത്തിച്ച് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും. ആ രീതിയിൽ അത്തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഇന്ന് പ്രധാനമായും ഇവിടെ നടത്തുന്നത്. വേലിപ്പാലം വഴി അല്പസമയത്തേക്കും ദൗത്യ സംഘങ്ങളെ കടത്തിവിടും. അതോടൊപ്പം വാഹനങ്ങളെ തീർച്ചയായും എന്തായാലും ദൗത്യം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഈ സൈനികർ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർ അവിടെ നിൽക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അനൂപ്, മറ്റൊന്ന് സൂചിപ്പിച്ചു പോകേണ്ട കാര്യം, കഴിഞ്ഞ ദിവസം ഈ റഡാർ പരിശോധനയിൽ മനുഷ്യജീവൻ കണ്ടെത്തി എന്നൊരു സൂചന നൽകിയപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ ഇത് ചെറുതായിട്ടൊന്ന് അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ശക്തമായ ഒരു ഇടപെടൽ, അവിടെ മനുഷ്യജീവൻ ഉണ്ടെന്ന ഒരു സംശയമുണ്ടെങ്കിൽ അതിലൊരു തീരുമാനമാകുന്നത് വരെ ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കരുതെന്ന മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടലിലൂടെ മാത്രമാണ് കഴിഞ്ഞ ദിവസം കൂടുതൽ വ്യാപിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു തിരച്ചിൽ 5 മണിക്കൂർ നീണ്ടത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.
അത്തരത്തിൽ അത്തരത്തിൽ അത് ഈ ദുരന്തത്തിന് ശേഷം 4-ാം ദിവസം അത്തരത്തിലൊരു ജീവന്റെ സാധ്യത എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിലെ ഏറ്റവും നിർണായകമായ വിവരം. അത് നമുക്ക് നൽകിയ ആശ്വാസം, രക്ഷാപ്രവർത്തകർക്ക് നൽകിയ ഒരു ആത്മവിശ്വാസവും അതോടൊപ്പം അത് കണ്ടെത്താനുള്ള അവരുടെ ഒരു ത്വരിതഗതിയുള്ള പ്രവർത്തനവും എല്ലാം എടുത്തു പറയേണ്ടതാണ്. ആദ്യഘട്ടത്തിൽ ഇതിനൊരു വിവരം ലഭിച്ചു എന്നാൽ അത് മനുഷ്യ ജീവനല്ല എന്നൊരു സൂചന വീണ്ടും ചില നാട്ടുകാർ ഉൾപ്പെടെ പറയുകയുണ്ടായി. ആദ്യഘട്ടത്തിൽ അവിടെ നിന്ന് അങ്ങനെ രക്ഷാപ്രവർത്തകർ മാറി നിൽക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും ഈ റഡാർ സംഘം ഒരു മനുഷ്യജീവന്റെ സാന്നിധ്യമാണ് എന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുകയും മുഴുവൻ സംവിധാനവും ഉപയോഗിച്ച് ആ ഭാഗത്ത് തെരച്ചിൽ നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് രക്ഷാപ്രവർത്തകർ, ദൗത്യ സംഘാംഗങ്ങൾ വീണ്ടും ഇവിടേക്ക് തിരിച്ചെത്തി വളരെ ശ്രദ്ധയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി ആ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. എന്നാൽ നിരവധി വലിയ അടരുകളായി കിടന്ന മണ്ണ് വലിയ തോതിൽ മാറ്റിയിട്ടും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങളോ സൂചനകളോ ഒന്നും ലഭിച്ചില്ല. അത് മാത്രമല്ല അത് മനുഷ്യജീവനല്ല എന്നുള്ള ചില വിവരങ്ങൾ ആ പ്രദേശികർ, പ്രത്യേകിച്ച് ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥനും മറ്റും നൽകുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും തെരച്ചിൽ തുടർന്നെങ്കിലും ഫലം ലഭിക്കാതെ അത് തുടരുകയും ചെയ്തു. പിന്നീടാണ് ഈ റഡാർ സംഘം അത് മനുഷ്യജീവന്റെ സാന്നിധ്യമല്ല എന്നുള്ള തരത്തിൽ ഒരു അറിയിപ്പ് വീണ്ടും നൽകിയത്. അനൂപ്, നമുക്ക് മനസ്സിലാകുന്നത് ഇന്നലത്തേതിന് സമാനമായി വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിലായിരിക്കുമോ ഇന്നും കാണാൻ സാധിക്കുക? സമാനമായ രീതിയിൽ തന്നെയാണ്. അത് അല്പം പ്രായോഗികവുമായ ഒരു തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. കാര്യക്ഷമമായി ആ തെരച്ചിൽ കാര്യക്ഷമമായി മാറ്റാനും ഇത്തരത്തിൽ ദൗത്യ സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ തെരച്ചിലിന് സാധിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ദൗത്യ സംഘങ്ങളിൽ ഈ പ്രദേശത്തെ കുറിച്ച് അറിവുള്ള നാട്ടുകാരുണ്ട്, പ്രദേശത്തെ കുറിച്ച് അറിവുള്ള വനംവകുപ്പ് ജീവനക്കാരുണ്ട്. അതോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ തെരച്ചിലിൽ രക്ഷാപ്രവർത്തനത്തിൽ പ്രത്യേക വൈദഗ്ധ്യവും പരിശീലനവും ലഭിച്ച സേനാ വിഭാഗങ്ങളുടെ പ്രതിനിധികളുണ്ട് തുടങ്ങിയവയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടത്തിൽ ആവശ്യമായ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് അവർക്ക് സാധിക്കും. അതോടൊപ്പം വിവര കൈമാറ്റവും അതേ രീതിയിൽ തുറന്നു പോന്നു. ഏതെങ്കിലും വിധത്തിൽ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ മറ്റുള്ളവരെ കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ കൺട്രോൾ റൂമിനെയൊക്കെ ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഈ ദൗത്യ സംഘങ്ങൾ ഉണ്ടായിരുന്നു. സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ സംഘങ്ങളിൽ ഉണ്ടായിരുന്നു. ഏതായാലും അതെല്ലാം ഒരു പെട്ടെന്നുള്ള ഒരു ത്വരിതഗതിയിലേക്കുള്ള തെരച്ചിൽ വിവിധ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് സഹായിച്ചു. അതെല്ലാം ആണ് കഴിഞ്ഞ ദിവസം ഇത്രയും മൃതശരീരങ്ങൾ കണ്ടെത്താൻ സഹായിച്ചത്. വിവിധ മേഖലകളിൽ നിന്ന് ആ വിധത്തിൽ തിരച്ചിൽ വ്യാപിപ്പിക്കാനും പല മേഖലകളിലേക്കും രക്ഷാപ്രവർത്തകർക്ക് എത്താനും എല്ലാം സാധിച്ചത് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയ ഈ പ്രത്യേക ദൗത്യ സംഘങ്ങളായി തിരിച്ചുള്ള പ്രത്യേക സെക്ടർ തിരിച്ചുള്ള തെരച്ചിലാണ്. അതിൽ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അതിന്റെ പൂർണ്ണ ചുമതല ഈ ദൗത്യ സംഘങ്ങൾക്ക് നൽകുകയാണ് ചെയ്തത്. ആ ദൗത്യ സംഘങ്ങൾ ആ സ്ഥലങ്ങളിൽ നാട്ടുകാരുടെ സഹായത്തോടെ നാട്ടുകാരിന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ കൂടുതൽ സാധ്യതയുള്ള മേഖലകളിൽ തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ്. അത്തരത്തിൽ കേന്ദ്രീകരിച്ചുള്ള വിവിധ സ്ഥലങ്ങളിൽ വിവിധ സംഘങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തരത്തിലാണ് നടത്തിയത്. അത് പ്രധാനമായും ഈ മേലെമുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ചൂരൽമല തുടങ്ങിയ സ്ഥലങ്ങളാണ്. അതിന് ഒരു ഉദാഹരണം ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്ത വെള്ളരിമല വില്ലേജിന് തൊട്ട് പരിസരത്ത് ഈ നേരത്തെ 52 മൃതശരീരങ്ങൾ കണ്ടെടുത്ത സ്ഥലങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളാണ്. അവിടങ്ങളിൽ കൂടുതൽ തെരച്ചിൽ നടത്തേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അത്തരത്തിൽ തെരച്ചിൽ കഴിഞ്ഞ ദിവസം നടന്നു. അവിടെ നിന്ന് കൂടുതൽ മൃതശരീരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. സമാനമായ രീതിയിലാണ് ഇന്നും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അത് അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ സൈന്യത്തിലെ വിവിധ വിഭാഗങ്ങൾ ചൂരൽമലയിലെത്തി മുണ്ടക്കൈ പോലുള്ള വിവിധ മേഖലകളിലേക്ക് പോകുവാൻ തയ്യാറാവുകയാണ്. തീർച്ചയായും. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. സൈന്യം ഉൾപ്പെടെയുള്ള രക്ഷാ ദൗത്യ സംഘം ആ മേഖലയിൽ എത്തിയിരിക്കുകയാണ്. നിലവിലെ കാലാവസ്ഥ അത് തെളിഞ്ഞ കാലാവസ്ഥയാണെന്നുള്ളത് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം വിവരങ്ങൾ കൂടിയാണ് അനൂപ് പങ്കുവെക്കുന്നത്.